ഞായറാഴ്ചത്തെ കാറ്റിൽ കോതമംഗലം താലൂക്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചു. കാർഷിക മേഖലയിലാണ് കൂടുതൽ നഷ്ടമുള്ളത്. പ്ലാവ്, തേക്ക് തുടങ്ങിയ മരങ്ങൾ നൂറുകണക്കിനാണ് നിലം പൊത്തിയത്. ഏതാനും വീടുകൾക്കും കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കോതമംഗലം താലൂക്കിൽ വേനൽ മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റാണ് വീശിയടിച്ചത്. മിനിറ്റുകളോളം നീണ്ടുനിന്ന കാറ്റ് വൻ നാശം വിതച്ചു. 25 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് കൃഷിവകുപ്പിന്റെ പ്രാഥമിക കണക്ക്. 5000-ഓളം ഏത്തവാഴകളാണ് നശിച്ചത്. 40 ജാതിമരങ്ങൾ, 20 കമുക്, 7 തെങ്ങുകൾ, 80 റബ്ബർ മരങ്ങൾ എന്നിവ നശിച്ചവയിലുണ്ട്. പിണ്ടിമന, കോട്ടപ്പടി, പൈങ്ങോട്ടൂർ, നെല്ലിക്കുഴി, കുട്ടമ്പുഴ തുടങ്ങിയ പഞ്ചായത്തുകളിലും കോതമംഗലം മുനിസിപ്പാലിറ്റിയിലുമായി 80 കർഷകരാണ് കാറ്റിന് ഇരയായത്. നൂറുകണക്കിന് തേക്കുമരങ്ങൾ ഒടിഞ്ഞും കടപുഴകിയും നശിച്ചിട്ടുണ്ട്. പ്ലാവ്, മാവ് തുടങ്ങിയ മരങ്ങളും കാറ്റിനിരയായി. പലയിടങ്ങളിലും വീടുകൾക്കും മറ്റു കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഓടുകൊണ്ടുള്ള മേൽക്കൂരയും ഷീറ്റുകൊണ്ടുള്ള മേൽക്കൂരയും കാറ്റ് പറത്തിക്കൊണ്ടുപോയി. വൈദ്യുതി പോസ്റ്റുകളും ലൈനും തകർന്നതുവഴി KSEBയ്ക്കും വൻ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. വൈദ്യുതി വിതരണം വ്യാപകമായി തടസ്സപ്പെട്ടു. ജീവനക്കാരുടെ കഠിനാധ്വാനത്തിലൂടെയാണ് പലയിടങ്ങളിലും വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാനായത്. മരങ്ങൾ വീണും മറ്റും റോഡുകളിലുണ്ടായ തടസ്സങ്ങൾ നാട്ടുകാരുടെ സഹകരണത്തോടെ ഫയർഫോഴ്സുകാർ നീക്കം ചെയ്യുകയായിരുന്നു. GTV ന്യൂസ്, കോതമംഗലം.